ಇಸ್ಲಾಮಿಗೆ ಎದುರಾಯ್ತೆ, ಇಸ್ಲಾಮರ ಸುಂದರമായ ആശയാദർശത്തിಗೆ എതിരായിട്ട് അതിരെ ഇല്ലാണ്ടാക്കുകയായിട്ട് പാവപ്പെട്ടതായ മുസ്ലിം സഹോദരിമാരെ റോഡിലിറക്കുകയായിട്ട് ഇസ്ലാമിനെ ബേസത്താക്കുകയായിട്ട് ഇസ്ലാമിനെ മാനഹറാജാക്കുകയായിട്ട് കൊണ്ടുവന്നതായ ഒരു ഗൂഢമായ തന്ത്രമായിട്ട് ഹിജാബുര വിഷയ. അള്ളാഹുരെ വിശുദ്ധമായ ഖുർആൻ എത്ര എത്ര ജാഗല് ഹിജാബിനെ കഡ്ഡായമാക്കിയിട്ടുള്ളതായ ആയത്തിൽ അള്ളാഹു ഇറക്കിയ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായത്തിൽ നിന്ന് 4-ാമത്തെ അധ്യായ സൂറത്തുൻ നിസാ പെണ്ണുങ്ങളെ വിഷയത്തില്, പെണ്ണിന്റെ മൗലികാവകാശത്തിന്റെ വിഷയത്തില്, അവളെ സ്വത്തവകാശത്തിന്റെ വിഷയത്തില്, അവളെ എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യുകയായിട്ടുള്ളതായ ഒരു അധ്യായത്തിൽ അള്ളാഹു തആല ഇറക്കിയ വിശുദ്ധമായ ഖുർആൻ 33-ാമത്തെ അധ്യായ സൂറത്ത് അഹ്സാബില് ഹിജാബ് കഡ്ഡായമായിട്ടുള്ളതായ ആയത്തിൽ അല്ലാഹു തആല ഇറക്കിയ വിശുദ്ധ ഖുർആൻ 24-ാമത്തെ അധ്യായ സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്തില് ഹിജാബിന്റെ വിഷയത്തിലുള്ളതായ ആയത്ത് അല്ലാഹു ഇറക്കിയ ഈ ആയത്തല്ല പച്ച വെളിച്ച പോലെ എതിർ നിന്നിട്ടും ഞങ്ങളെ കർണാടകത്തെ ഹുച്ചനായ ആളെയ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ളതായ വിധി കൊണ്ട് പറഞ്ഞുണ്ടായെങ്കിൽ എന്തോ ഒരു അന്യായമായി തിക്കറ് സഹോദരന്മാരെ, എന്തോ ഒരു അന്യായമായി തിക്കറ്. ന്യായ തരുണായതായ കോർട്ട് പോലും അന്യായത്തിന് ഗുരിയാവിടെ ഉണ്ടായെങ്കിൽ ഇതിന്റെ പിറവിലുള്ളതായ രഹസ്യേന്ദ്ര ചിന്തനങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാർ. അതായിത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെന്നത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാമിಗೆ നിങ്ങൾ എൻട്രി ആവരു, പൂർണ്ണ മുഅ്മിൻ ആവരു, പൂർണ്ണ മുസ്ലിം നിങ്ങൾ ആവരു. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ബേജാറാവുകയില്ല, നിങ്ങൾ പേടിക്കുകയില്ല, നിങ്ങൾ ദുഃഖപ്പെടുകയില്ല. നിങ്ങൾ തിക്റാറ് ഏറ്റവും ഉത്തമമായ ആൾമാർ, നിങ്ങൾ തിക്റാറ് ഏറ്റവും ഉന്നതമായ ആൾമാർ ആയെങ്കിലും അള്ളാഹു വെച്ചതായ കണ്ടീഷൻ എന്തായിത്തിക്കറ്, അള്ളാഹു വെച്ചതായ ഷർത്ത് എന്തായിത്തിക്കറ് സഹോദരന്മാരെ, ഒന്നായിത്തിക്കറ് ഇൻ കുൻതും മുഅ്മിനീൻ, ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മൂമിനായ ആൾമാർ ഒക്കുണ്ടായെങ്കിൽ, നിങ്ങൾ വിശ്വാസിയായ ആൾമാർ ഒക്കുണ്ടായെങ്കിൽ നിങ്ങൾ ബേജാറാവുകയില്ല, ദുഃഖിക്കുകയില്ല. എന്നിട്ട് നിങ്ങൾ നോക്കൊരു മനുഷ്യന്മാർ പാഠം പഠിച്ചില്ല. ഹിജാബ് വിഷയം, ഹിജാബ് വിഷയം ഇന്ന് അന്താരാഷ്ട്രത്തിൽ ചർച്ചയുടേതായ സന്ദർഭത്തിൽ പോലും ഇന്ന് ഈ ഇന്ത്യ രാജ്യത്തില് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിലോ, ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനത്തില് സംവിധാനത്തില് ഹക്കായിട്ടുള്ളതായ ആ സംവിധാനത്തിൽ പോലും എഴുതി വെച്ചതായിത്തിക്കറ് പെണ്ണുക്ക് അവളെ സ്വാതന്ത്ര്യം എവിടെയുമുണ്ടോ, എല്ലാ ജാഗയിലുണ്ടോ. ഇസ്ലാമായിട്ട് ജീവിക്കുന്നവർക്ക് ഇസ്ലാം അവളൊട്ടിക്ക് പഠിപ്പാറ്റതായ ഏത് സ്വാതന്ത്ര്യം ഉണ്ടാ ആ സ്വാതന്ത്ര്യം എല്ലാം ഉൾക്കൊണ്ടെടുത്ത് ജീവിക്കുള്ളതായ പൂർണ്ണമായ അവകാശ പെണ്ണുകൊണ്ടു ചെന്ന് ഇന്ത്യന്റെ ഭരണഘടനയിൽ നിന്നിട്ടും ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് സംവിധാനത്തിന് വിരുദ്ധമായിട്ട് കോർട്ട് തീർപ്പ് തന്നിട്ടുണ്ടായെങ്കിൽ ഞങ്ങൾ എവിടെ തപ്പിപ്പോയ സഹോദരന്മാരെ, നെഞ്ഞത്ത് കൈവച്ചത് ഞങ്ങൾ ചിന്തിക്കാനായിട്ട് പണ്ട് ഇതിന് മുന്നിൽ കഴിഞ്ഞു പോയതായ നേരത്തെ ഉടുത്ത ഖതീബരെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിത്തിക്കുവാർ. ഇതിന് മുന്നിൽ കഴിഞ്ഞു പോയതായ മുന്നത്തെ പ്രവാചകന്മാരെ സമുദായത്തിൽ കഴിഞ്ഞു പോയതായ വലിയ വലിയ ധിക്കാരിമാർ കഴിഞ്ഞു പോയരാർ. ഫിറഔന് കഴിഞ്ഞു പോയരാ, ഹാമാന് കഴിഞ്ഞു പോയരാ, കാറൂന് കഴിഞ്ഞു പോയരാ, നമ്രൂദ് കഴിഞ്ഞു പോയരാ, അബൂജഹലും മുത്തുബത്തും ഷൈബത്തും വലിയ വലിയ ധിക്കാരിയായ ആൾമാർ കഴിഞ്ഞു പോയരാർ. അങ്ങനെ വിഷയത്തിൽ ഖുർആൻ അല്ലാഹു ആയത്തിറക്കിറ, അല്ലാഹു അങ്ങനെ പാഠ പഠിപ്പിച്ചിറ, അല്ലാഹു അങ്ങനെ ഹലാക്കാക്കിറ, അല്ലാഹു ബാക്കി വെച്ചിട്ടില്ല. എന്തുകൊണ്ട് തൈത്തിക്കറ് അണ്ട് ജീവിച്ചതായ അങ്ങനെ കാലഘട്ടത്തിൽ ജീവിച്ചതായ സത്യവിശ്വാസിയായ ആൾമാരെ ഈമാൻ കൊണ്ട് തൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായിട്ട് ആ വിഷയത്തില് അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെൽറ ആരായിത്തിക്കറങ്ങ അല്ലദീന ആമനു അങ്ങ് വിശ്വസിച്ചതായ ആൾമാരായിത്തിക്കറാറ്. വലം യൽബിസു ഈമാനഹും ബിൽദുൽമ് അങ്ങനെ വിശ്വാസത്തിൽ അങ്ങ് ദുൽമ കൊണ്ട് പറയാത്ത ആൾമാരായിത്തിക്കറാറ്. എന്തായിത്തിക്കറ് ദുൽമു, ദുൽമിൽ വെച്ചിട്ട് ഏറ്റവും വലുതായ ദുൽമു ശിർക്കല്ലേ. കള്ളു കുടിക്കുന്നതിനെ കാട്ടി, വ്യഭിചാരത്തിനെ കാട്ടി, വട്ടി എടുക്കുന്നതിനും കൊടുക്കുന്നതിനും കാട്ടി, എല്ലാത്തിനെ കാട്ടും ഏറ്റവും വലുതായ ഘോരമായ അപരാധല്ലേ ശിർക്ക്. ഈ ശിർക്ക് കൊണ്ട് പറയാത്ത ആൾമാരായിത്തിക്കറാറ്. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തില് മഹാന്മാരായ മുഫസ്സിരീങ്ങ ദുൽമു കൊണ്ട് പറയാത്ത ആൾമാർ ചെന്നെങ്കിൽ 6 ചെന്ത്
വിശദീകരിക്കുന്ന ഉദാഹരണങ്ങൾക്ക് കാണ്ട് അങ്ങളെ വിശ്വാസത്തിലാവട്ടെ, അങ്ങളെ പ്രവൃത്തിയിലാവട്ടെ, അങ്ങളെ അമലിലാവട്ടെ ഷിർക്ക് കൊണ്ടുവരാച്ച ആൾമാറായിത്തിക്കാറ്. ആ കാരണത്തില് അങ്ക് എതിരായിട്ട് വന്നതായ അഹങ്കാരികളെ, അങ്ക് എതിരായിട്ട് വന്നതായ ഭരണാധികാരികളെ അള്ളാഹു ഹലാക്കാക്കി ഉണ്ടായെങ്കില് സഹോദരന്മാരെ സഹോദരിമാരെ ഞങ്ങൾ ചിന്തിക്കണു, ഞങ്ങൾ മനസ്സിലാക്കണു. പൂർണ്ണമായ മുഅ്മിനായി തിന്നുണ്ടെങ്കില് അള്ളാഹുരെ വിശുദ്ധമായ ഖുർആനുകൾ ഞങ്ങൾ മടങ്ങി തിന്നുണ്ടെങ്കില് വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഏതൊന്ന് കൊണ്ടുവന്നതാ അതിൽ നിങ്ങൾ പൂർണ്ണമായി അതിൽ നിങ്ങൾ സ്വീകരിക്കൂ. ഏതൊന്ന് അള്ളാഹിന്റെ റസൂൽ നിങ്ങൾക്ക് വിരോധിച്ചിരാ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടുനിക്കൂ ചെന്ന് വിശുദ്ധ ഖുർആൻ ഞങ്ങളൊട്ടിಗೆ കൽപ്പിക്കുമ്പോൾ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ളതായ മാതൃക ഉണ്ട് ചെന്ന് വിശുദ്ധ ഖുർആൻ ചൊല്ലുമ്പോൾ ആ ഖുർആനുകും സുന്നത്തുകും ഞങ്ങൾ മടങ്ങില്ല ഉണ്ടെങ്കിൽ ഇനിയും അല്ലാഹു ഇതുപോലെയുള്ളതായ പരീക്ഷണങ്ങളെ തന്ന് അല്ലാഹു ഞങ്ങൾക്ക് പാഠപടിപ്പാട്ട. ഇന്ത് ഇജാബിന്റെ വിഷയ നാളെ പള്ളിയിലെ ബാങ്ക് കൊടുക്കുതീരാ, ധനി വർത്തക പുറത്തു പോകുതീരാ ഇപ്പമേ ചർച്ചയായുണ്ട് സഹോദരന്മാരെ. ഇനി മുന്നല്ലോ പള്ളിക്ക് പോകുതീരാ, പെണ്ണുങ്ങൾക്ക് പർദ്ദ ചെല്ലുന്നത് എവിടെയും ഇടകുതീരാ. ഇസ്ലാമൊരു അമൂല്യമായിട്ടുള്ളതായ സ്വാതന്ത്ര്യത്തിന് ഇല്ലാണ്ടാക്കുകയായിട്ടുള്ളതായ ഗൂഢമായ തന്ത്ര ഇസ്ലാമൊരു എതിരാളിയായ ആൾമാര് തന്ത്ര രൂപീകരിക്കുമ്പോഴത്തോ ഞങ്ങൾ അതിനെ നേരിടുന്നുണ്ടെങ്കിൽ ഈമാൻ ഇന്നില്ല ഉണ്ടെങ്കിൽ യഥാർത്ഥ ഖുർആനുകും സുന്നത്തും ഞങ്ങൾ മടങ്ങില്ല ഉണ്ടെങ്കിൽ ശിർക്ക് ചെല്ലുന്നതായ ഘോരമായ അപരാധം ഞങ്ങൾ പുട്ടില്ല ഉണ്ടെങ്കിൽ പൗരോഹിത്യത്തിനെ മുഷ്ടിയിൽ പെട്ടിട്ട് സത്യം എന്തായിത്തിക്കര് അസത്യം എന്തായിത്തിക്കര് ഹക്ക് എന്തായിത്തിക്കര് ബാത്തിൽ എന്തരിച്ചെന്ന് മനസ്സിലാക്കില്ല ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്തുകൾ ഞങ്ങൾ മടങ്ങില്ല ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബിമാരെ ചര്യക്ക് ഞങ്ങൾ പണിങ്ങില്ല ഉണ്ടെങ്കിൽ അല്ലാഹു ഞങ്ങൾക്ക് പാഠ പഠിപ്പിക്കരമേ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായ സൂറത്ത് ബഖറയിലെ യഹൂദിമാരെ അല്ലാഹുവിന്റെ ശാപത്തുക്ക് കോപത്തുക്ക് വിധിയരായ ആൾമാരായിട്ടിക്കാറ്. ജൂതന്മാരും നസ്രാനിമാരും അഹ്ലു കിതാബിലെ ആൾമാർ അങ്ങനെ വിഷയ ചിലരുടെ അല്ലാഹു അങ്ങലൊട്ടിಗೆ ഒരു ചോദ്യം കേൾക്കറ. അഫതുമിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്ന് കിതാബിൽ നിന്ന് നിങ്ങൾക്ക് വേണമായത് നിങ്ങൾ സ്വീകരിക്കാറ്, നിങ്ങൾക്ക് വേണമാ നിങ്ങൾക്ക് ആവാത്തത് നിങ്ങൾ കാത്തിൽ പറത്തുறாரு. നിങ്ങളെ ബുദ്ധിക്ക്